ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എവിടെയാണ് പോകണമെന്ന് അറിയുമോ? നമ്മുടെ ശ്രീജുവിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിലീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീമിയർ ആൻഡ് ഫാൻ ഷോ എടപ്പള്ളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി അത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് മറ്റേ പ്രിയതമയുടെ മ്യൂസിക്കൽ ലോഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അവരുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അർജുൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർജുൻ ഉണ്ടെങ്കിൽ എന്തായാലും ശ്രീതു ഉണ്ടാവുമല്ലോ, അവരുടെ ഷോർട്ട് ഫിലിമാണല്ലോ. അപ്പോൾ ഞാൻ എനിക്കറിയാൻ പാടില്ല, ഈ ഭയങ്കര ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്കൊന്നും വരുന്നില്ല. പറയണതൊക്കെ എന്തൊക്കെയോ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ബസ് കയറി പറവൂർ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി വേണം എടപ്പള്ളിയിൽ പോകാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കണു. എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച ബസ് അതൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബസ് വരുമ്പോൾ കയറി പോകണം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറവൂർ വന്ന് ഇറങ്ങിയതിന് ശേഷം വൈറ്റില ബസ്സിൽ കയറി. ഇനിയിപ്പോൾ എടപ്പള്ളി ചെന്ന് ഇറങ്ങണം. ഗൈസ്, അങ്ങനെ ഞാൻ ലുലു മാളിൻ്റെ അവിടെ എത്തി. ഞാനിവിടെ ബസ് ഇറങ്ങി. ഇപ്പോൾ മാസ്ക് വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഞാനത് വീഡിയോ എടുക്കണോണ്ട് ഊരി വെച്ചതേ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. എൻ്റെ പൊന്നു കൊടയൊന്നും ചൂടിയിട്ട് ഒരു രക്ഷയില്ല. നല്ല പൊള്ളാണ്. മുഖമൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. മാസ്ക് വെച്ചപ്പോൾ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ മാസ്ക് വയ്ക്കണ ഷോക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റിയതാണ്. അപ്പോൾ എനിക്കിനിപ്പോൾ വിനീത സിനിപ്ലെക്സിൽ പോകണം. അവിടെ വെച്ചിട്ടാണ് ഷോ. അപ്പോൾ ഞാനാണെങ്കിൽ ആക്ച്വലി എവിടെ പോകുമ്പോഴും കറക്റ്റ് സമയത്തൊക്കെ ഇറങ്ങുന്ന ആളാണ്. പക്ഷേ ഇതിപ്പോൾ കറക്റ്റ് സമയത്ത് ഇറങ്ങി എങ്ങാനും ബ്ലോക്കൊക്കെ വന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ ഇറങ്ങിയത്. ഇപ്പോൾ 1:15 ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ബാക്കി അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഭയങ്കര പൊള്ളൽ. എനിക്കറിയില്ല അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പ്രിയതമയുടെ മ്യൂസിക്കൽ ലോഞ്ചിന് വന്നപ്പോഴും എൻ്റെ മുടി കാരണേ പ്രിയതമയുടെ മ്യൂസിക്കൽ ലോഞ്ചിന് വന്നപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പോസ്റ്റായിരുന്നു, എന്നാലും കുഴപ്പമില്ല. വൈകി വന്നേക്കോളും നല്ലതല്ലേ, നേരത്തെ എത്തുന്നതെന്ന് വെച്ചിട്ടാണ് നേരത്തെ വന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ നടക്കുകയാണ്. ഇപ്പോൾ ലുലുവിൻ്റെ ഈ ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ മാസ്ക് എടുത്ത് വെച്ച് ഗൈസ്. എനിക്ക് ഭയങ്കര വെയിൽ കാരണേ പൊള്ളിയിട്ട് വയ്യ ഫേസൊക്കെ. അപ്പം ഞാനപ്പോൾ മാസ്ക് എടുത്ത് വെച്ചപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 18 മിനിറ്റാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോണത്. നടന്നാണ് കേട്ടോ പോണത്. എന്തായാലും സമയമുണ്ടല്ലോ, അപ്പോൾ പിന്നെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഈ കാറ്റ് കാരണം എൻ്റെ കുടയൊക്കെ പറന്ന് പോണി ഗൈസ്. ഒരു നമ്മുടെ സ്വന്തം ലുലു മോൾ. അപ്പോൾ ഇനിയിപ്പോൾ നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം കുറച്ച് സമയം പോയി കിട്ടുമല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര സൗണ്ട് ഉണ്ട്. ഞാനിവിടെ ഒരു ചെരുപ്പ് കട കണ്ടു. പണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട് ഇവിടെയുള്ളൊരു ചെരുപ്പ് കടയിൽ നിന്നാണ് മേടിച്ചത്. പെട്ടെന്ന് അത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. അപ്പോൾ ഭയങ്കര സൗണ്ട് ഗൈസ്. ഞാനെങ്കിൽ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ ഇനിയിപ്പോൾ 2 മിനിറ്റ് കൂടി ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഇപ്പം തന്നെ എത്തുമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത്. കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഇത് വരുന്നത്. ഇത് എവിടെയാണെന്നാവോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഞാൻ ഈ മാസ്ക് ഊരിക്കളയട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ മാസ്ക് ഊരി. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ആദ്യം അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല, കഴിച്ചു. പക്ഷെ എന്നാലും എനിക്കിപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഓരോടെ നിറച്ച് അടുപ്പിച്ച് കടകളാണല്ലോ. എടപ്പള്ളിയല്ലേ, ഫുൾ ഫുഡിൻ്റെ കട. എൻ്റെ പൊന്നു ഭയങ്കര ബിരിയാണിയുടെയൊക്കെ മണം വരുന്നുണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ. പക്ഷെ ഞാനെങ്ങാനും ഫുഡ് കഴിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ഞാൻ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് വരുമ്പോഴേക്കും ഇവിടെ ഷോയും കഴിഞ്ഞാൽ അവർ പോകും. അപ്പോൾ വെറുതെ എന്തിനാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ഫുഡ് ഇപ്പോൾ കഴിക്കണ്ട, പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അല്ല, പെട്ടെന്നേ അവിടെ അവർ എന്നെപ്പറ്റി ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി എന്തോ പറയണ്ടേ, അതാണ് പെട്ടെന്ന് ശ്രദ്ധ എൻ്റെ അങ്ങോട്ട് പോയി. അറിയോ അത് എത്തണില്ലല്ല. അപ്പോൾ എന്തായാലും അവരെ കാണാം. ഫുഡൊക്കെ പിന്നെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ കയറി എന്തായാലും സമയം എടുക്കും. പ്രത്യേകിച്ച് പയ്യെ കഴിക്കുള്ളൂ ഞാൻ. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ഗൈസ്. ദേ നമ്മളപ്പോൾ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ അതേ വനിത. പിന്നെ അവിടെ അതേ വിനീത.
ഗൈസ് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ കുറച്ച് ചേട്ടന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു മദ്രാസ് മലറിൻ്റെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതേന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ കുറച്ച് ശ്രീജുൻ ഫാൻ പേജസ് കുറേ പിള്ളേരെ കണ്ടു. അപ്പോൾ അവരെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ അവരെ വീഡിയോ കാണിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവർക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല ഫേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുക്കാണ്ടിരുന്നത്. കുറേ ശ്രീജുൻ്റെ ട്രോൾ പേജസ് അതുപോലെ തന്നെ വേറെ FB അല്ല ഇൻസ്റ്റയിലുള്ള പേജസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെ വരുന്ന അറിയില്ല. നേരത്തെ ഒരു കാറ് ജസ്റ്റ് പോയപ്പോൾ എനിക്ക് അറിയില്ല, അർജുനെ പോലെ തോന്നി. അർജുനാണോ എന്ന് അറിയാൻ പാടില്ല, അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വഴിയൊക്കെ ഗേസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അർജുനെ പോലെ തോന്നിയത് അർജുൻ ആയിരുന്നില്ല കേട്ടോ ഗേസ്. അർജുൻ വരാൻ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ടിക്കറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് 2:45 അത്രേ ഷോ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇപ്പോൾ 2:10 ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറേ മീഡിയാസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവർ മറ്റേ ഫിലിമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ എന്ന് വെച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ മീഡിയയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറിയിരുന്നു. അപ്പോഴാണ് കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ടായിരുന്നു. അങ്ങനെ സീറ്റ്സൊക്കെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഫില്ലാവാനായിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ശ്രദ്ധിച്ച് ഈ അങ്കിളിനെ കണ്ടോ ഗൈസ്. പവിത്ര എന്ന് പറഞ്ഞ സീരിയലിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് ആദ്യം മനസ്സിലായില്ല ഈ അങ്കിൾ എന്തിനാണ് ഇവിടെ വന്നേക്കണേന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ അങ്കിളും ഈ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി അങ്കിൾ വന്നതാണ്. പിന്നെ നമ്മൾ ശ്രീജുവിനെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ അവരപ്പോൾ ലേറ്റായി പോയതാണ്. ഇല്ലെങ്കിൽ അവരും നമ്മുടെ ഒപ്പം ആദ്യമേ തൊട്ടുണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഇരിക്കുന്ന ആ 2 വ്യക്തികൾ ആ ഫ്രണ്ടിലിരിക്കുന്നത് അത് നമ്മുടെ സ്വന്തം അർജുനൻ ശ്രീതുവാണ്. ടൈമിൽ അവിടുത്തെ പിന്നെ അതിന് ശേഷം ഓൾമോസ്റ്റ് കുറച്ച് പേര് പോയതിന് ശേഷം പിന്നെ അവർ ക്രൂ മെമ്പേഴ്സ് അവരെല്ലാവരും കൂടി ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. എല്ലാവരും കൈയടിക്കുക. നമ്മുടെ ടീമൊക്കെ എല്ലാവരും ഒന്ന് വരും. അതെല്ലാം ഇവരുടെ കഴിവ്. ആക്ച്വലി ഒരു ക്രൂവിന്റെ കഴിവാണ് മൊത്തം. അതിലൊരു കുറേ വർഷത്തെ കഷ്ടപ്പാടാണ്. സിനിമയിലെ സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഇവർ വന്നത്. അപ്പം മനുഷ്യനാണെങ്കിലും 6 വർഷമായിട്ട് പോസ്റ്റർ ഡിസൈൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡയറക്ടറിലൂടെ 14 വർഷം. അപ്പം എവരിഡേ ലൈക്ക് ഇന്നൊരു 12 മണിക്കും പുള്ളിക്കാരൻ രാത്രി തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുകയായിരുന്നു. ഈച്ച് ആൻഡ് എവറി ക്രൂ ഇതിനെ എല്ലാവരും മേക്കപ്പ് ആണെങ്കിലും സ്റ്റൈലിംഗ് ആണെങ്കിലും എല്ലാവരും ഇട്ടൊരു എഫേർട്ട് നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ രണ്ടും കണ്ടിട്ടില്ല, മൊത്തം കണ്ടില്ല, ലേറ്റായി പോയി. മേ ബി വെയിറ്റിംഗ്. അർജുൻ ശ്രീധുവിനെ സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഒരുപാട് സിനിമയിൽ പേരിലും ഇവരുടെ പേര് തന്നെ. അതെ അതെ, ഇത് ഞങ്ങൾ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വേറെ കുറെ കാസ്റ്റായിരുന്നു ആലോചിച്ചിരുന്നത്. ഞങ്ങളെ 100 ദിവസം അതിൽ കണ്ടിട്ട് മിസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനൊക്കെ നമുക്ക് എപ്പോഴും പറ്റില്ല. ഇങ്ങനെ വർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലോട്ടൊക്കെ അനുസരിച്ച് ചെയ്യുന്നത് മുമ്പോട്ട് ഉണ്ടല്ലോ. രണ്ടുപേരെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സീസണിൽ ലൈക്ക് കുറച്ച് വേറെ ആൾക്കാർ വരാതിരിക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ക്രൂവിനെ
ഇത് ആക്ച്വലി നമ്മുടെ പ്രതിഭേട്ടനല്ലേ, കോട്ടയം പ്രതിഭേട്ടൻ, പുള്ളിക്കാരൻ മകനാണ്. എന്റെ അച്ഛനായിട്ടൊക്കെ ആദ്യം പ്ലാൻ ചെയ്തു. പണ്ട് ഈ സ്റ്റോറി പ്ലാൻ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. പ്രതിഭട്ടനായിരുന്നു ഞങ്ങള് ഇതിനകത്ത് അച്ഛനായിട്ട് ആദ്യം അതാണ് ഈ ഡിലേ ആയത്. കുറച്ച് വേറെ ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കുന്നതുമായിട്ട് കൊപ്പാടാൻ അതിനുശേഷം ഡിലേ ആയി. പിന്നെ ഞങ്ങൾ വേറെ ഫിലിമിന്റെ പുറകെ പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ തമിഴ് ഓൾറെഡി 2 വർഷം മുമ്പാണ് വിനീതനെ കൊണ്ട് ഈ പാട്ട് അത് കഴിഞ്ഞപ്പോൾ അർജുൻ ശ്രീധു ബിഗ് ബോസിൽ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ ഫസ്റ്റ് ശ്രീധുനെ അല്ല ഞങ്ങളിവിടെ കാസ്റ്റ് ചെയ്തത്. ക്ലൈമാക്സിൽ ശ്രീധു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് അതെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പിന്നെ ഇത് ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് നീന്റെ കസിൻ ബ്രദറാണ് നിമൂന്നിന്റെ. അതുപോലെ തന്നെ പായസ് ഇത് കൊറിയോഗ്രാഫർ, ഇത് നമ്മളെ മേക്കപ്പ് പ്രശാന്ത് അത് അച്ഛനാണ് അച്ഛൻ. പിന്നെ സജയൻ ആർട്ട് ഡയറക്ടർ ഈ എൻജിനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ അതുപോലെ തന്നെ വിജിലാനന്ദ് നമ്മളെ AD അസിസ്റ്റന്റ് ഡയറക്ടർ, ദീപു നമ്മളെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ VFX ചെയ്തതും അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ടൈറ്റിൽ ആനിമേഷൻ ചെയ്തതൊക്കെ ഞങ്ങളെ കൂടെ കട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്പുറം നമ്മളിവിടെ കട്ടയ്ക്ക് നിന്നിട്ട് അവർ കൂടെ നിന്ന് നൈറ്റും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്ത ആൾക്കാരാണ് അജിത് ഉണ്ണി. ഇതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് അജിത് മാത്യു എന്നാണ് മ്യൂസിക്. അജിത് മാത്യു ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ശ്രീധു ഇല്ലെങ്കിൽ അർജുൻ ഇല്ല എന്ന് പറയുന്ന പോലെ അജിത് മാത്യു ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇല്ല. കാരണം അവനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ, അവനാണ് മ്യൂസിക്, അവനാണ് ഇതിന്റെ എല്ലാം. ഇവനും കഥ കേൾക്കണ്ട, നിങ്ങൾക്ക് എന്ത് വേണോ നമുക്ക് നോക്കാം എന്ന് നോക്കാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കുറെ ഫ്രണ്ട്സിന്റെ ഒരു ഞങ്ങൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. അജിത്താണ് ഇതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അവൻ ദുബായിലാണ് മ്യൂസിക് ഡയറക്ടർ. മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സിനിമകളുടെ ഭാഗമായിട്ട് മ്യൂസിക് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും. ഞങ്ങൾക്ക് അത്രയ്ക്കും ഞങ്ങൾക്ക് വർക്കായതാണ്. ഇനി നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടോ എന്നുള്ളത് ഇത് കണ്ടിട്ട് DOP ഷിനോജേട്ടനാണ്. ഇതിഹാസ, സ്റ്റൈല് അങ്ങനെയുള്ള എല്ലാ പടങ്ങളൊക്കെ ചെയ്ത ആളാണ് DOP ചെയ്തിരിക്കുന്നത്. ആമോസും അവർ രണ്ടുപേരാണ് DOP ചെയ്തിരിക്കുന്നത്. അതെ, എഡിറ്റ് ചെയ്തിരിക്കുന്നത് എഡിറ്റേഴ്സ് 3 പേരാണ്. 3 പേരും ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരാണ്, ഫ്രണ്ട്സ് തന്നെയാണ്. രജിൻ രാധാകൃഷ്ണൻ, ജോയൽ കവി, ജോയലാണ് ഫൈനൽ കട്ട് ചെയ്തത്. പിന്നെ നിഹാൽ ഹമീദ്. പിന്നെ ഉള്ളത് നമ്മുടെ VFX. അപ്പം ഇവരൊക്കെ തന്നെയാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ഇത്ര തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യും. അങ്ങനെ ആവട്ടെ. അതെ അതെ, പെട്ടെന്ന് തീർന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഷോ തുടങ്ങാനായി. ഓക്കെ ഓക്കെ. അങ്ങനെ ടോക്കൊക്കെ കഴിഞ്ഞു. ഇതേ അർജുൻ്റെ ഷോർട്ട് ഫിലിമില്ല ശ്രീധുവിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഹോൾ ക്രൂവിൻ്റെ ടോക്കൊക്കെ കേട്ടതിന് ശേഷം ഇതേ പുറത്തിറങ്ങി അർജുൻ്റെ ശ്രീധുവിൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ ഇതേ ഹോൾ മീഡിയാസ് അവർ ഫുൾ ചുറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പിക്ക് കിട്ടുമെന്ന് വരെയുള്ള അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ആ മീഡിയ ചേട്ടന്മാരുടെ അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ലാസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേ ഗൈസ് അവരെത്തി. എൻ്റെ പൊന്നോ പറയാമല്ലോ ഗൈസ്, ഒരു യുദ്ധമായിരുന്നു അവിടെ. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ അവർ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ ഒരു കണക്കിന് ഫോട്ടോസൊക്കെ കിട്ടിയതേ ലാസ്റ്റ് നമ്മുടെ അർജുനും ശ്രീധുവും ഒക്കെ അതേ പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഭയങ്കര സന്തോഷം, നല്ല രസമുണ്ടായിരുന്നു. അവർ നമ്മൾ ഫോട്ടോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും തിരക്കിലാണെങ്കിലും നിന്നൊക്കെ തന്ന് നമ്മളവിടെ വന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടോ. ആരെയും അവർ നിരാശയാക്കി പറഞ്ഞു വിട്ടില്ല. അപ്പോഴേക്കിൻ്റെ അവർ പോണ പോലെ ഫുൾ മീഡിയാസ് ബാക്കിലായിരുന്നു. അതുവരെ നമ്മളും ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളും പോയത്. അപ്പോൾ നമ്മൾ അർജുനെയും ശ്രീധുവിനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, അവിടെ ഒരു ലഹളബഹളായിരുന്നു. പക്ഷെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി, സെൽഫി എടുക്കാൻ പറ്റിയില്ല. അവർ പറഞ്ഞു സെൽഫി എടുത്ത് ടൈം കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെൽഫി എടുത്ത് ടൈം കളയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഇതായിട്ടാണ് നിന്നത്. അതിൻ്റെ ഇടയിൽ 2-3 പിള്ളേർ ബസ്സിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവരെന്നിട്ട് അതിലൊരു ചെക്കന്
ചേച്ചിന് ഇഷ്ടമാണെന്നും പറഞ്ഞ ഒരു കുട്ടി പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ പറഞ്ഞു വിട്ടു സ്കൂൾ ബസ്സിൽ. അപ്പോൾ രസം ചുമ്മാ ഗൈസ്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല, അതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് എൻ്റെ റിവ്യൂ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്കറിയാൻ പാടില്ല എക്സൈറ്റ്മെൻറ്റ് ഞാൻ എന്തൊക്കെയൊക്കെയോ ആയി തോന്നി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെന്തൊക്കെയൊക്കെയോ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ച് ഈ മീഡിയക്കാർ. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അറിയാം. ഇനിയിപ്പോൾ വീഡിയോ വല്ലതും വരാണെങ്കിൽ തീർന്ന്. നമ്മൾ ഇറങ്ങാൻ നേരത്താണ് അവർ വന്നിട്ട് റിവ്യൂ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ലായിരിക്കും. ഇങ്ങനെ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം അർജുനെയും ശ്രീധനെയും കണ്ടു. കുറേ പ്രാവശ്യം കണ്ടു, കുറേ അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നൈസ് എക്സ്പീരിയൻസ്. ആക്ച്വലി അവർ വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ തിയേറ്ററിലായിപ്പോയി നമ്മൾ. പക്ഷെ പിന്നീട് എന്താ അവർ ബാക്കി പുറത്തിറങ്ങിയതിന് ശേഷമാണ് എടുക്കാൻ പറ്റിയത്. അവർ ലേറ്റ് ആയിട്ടായിരുന്നു ട്രാഫിക്കൊക്കെ കാരണം വരാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറാൻ പോവാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ ഞാനവിടുന്ന് പറവൂർ ബസ്സിൽ കയറി പോയി ഗൈസ്. ഞാനങ്ങനെ തിരിച്ചതേ ഇവിടെ പറവൂർ എത്തിയിട്ടോ. പിന്നെ ഞാനപ്പോൾ ഇന്നിങ്ങനെ പോകാൻ പറ്റുമെന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു, കാരണം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പോകാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇവിടെ വരെ വന്നിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോൾ അവരൊക്കെ സിനിമ ഫീൽഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താണ് ഇത്ര പെരുത്ത് അവരോട് ഇത്ര ഇഷ്ടം, അവരെന്താ അത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അത് ആക്ച്വലി അവരുടെ ആ ഒരു ക്യാരക്ടറും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ അവരുടെ ആ ഒരു അവരെത്രത്തോളം സ്പെഷ്യലാണെന്ന്. അപ്പം അല്ലാണ്ട് ജസ്റ്റ് കാണുമ്പോൾ എല്ലാവരും പേരിക്കും എന്തിനാണ് ഇത്ര പെരുത്തെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അവരെ അടുത്തറിയുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കണ്ടവർക്ക് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബോണ്ട് അതൊക്കെ ഭയങ്കര. പിന്നെ അർജുനാണെങ്കിലും ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്കൊക്കെ അർജുൻ്റെ ഒരു ലൈഫ് ജേർണി എന്നൊക്കെ പറയണത്. അപ്പോൾ അതെല്ലാവർക്കും തന്നെ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഇനിയും ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അത്രേ ഉള്ളൂ. അവരെ ഓർത്തൊന്നിരിക്കാൻ പോകുള്ളതെന്നറിയാം, അവരിതുപോലെ ഒരുപാട് ഫാൻസിനെയൊക്കെ കാണുന്നതായിരിക്കും. പക്ഷേ എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയായി അവരെ കണ്ടതിൽ. അങ്ങനെ അതും കഴിഞ്ഞു. ശ്രീജുൻ്റെ ഇന്ന് 6 മണിക്ക് റിലീസാവും. നിങ്ങളെന്തായാലും ഈ വീഡിയോ കാണാൻ പോകുന്നത് അതിന് ശേഷമായിരിക്കും. കാരണം എനിക്ക് വീട്ടിലെത്തിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട്. എനിക്കറിയാൻ പാടില്ല ആക്ച്വലി ഞാൻ എന്തൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം കുറേ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെ വൃത്തിയിൽ കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും വൃത്തിയിൽ കിട്ടിയത് മാത്രം ഞാൻ ഇടത്തുള്ളൂ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ പിന്നെ കുറേയൊക്കെ കൈ ഷെയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഷെയ്ക്കായതൊക്കെ എടുത്ത് രസം ഉണ്ടാവില്ലല്ലോ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടായാൽ മതിയായിരുന്നു. കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അർജുനെയും സീതുനെയും കാണുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ എനിക്ക് ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമെന്നറിയില്ല. അപ്പോൾ അപ്പം അത്രയൊക്കെയുള്ളൂ. അയ്യോ ഭയങ്കര സന്തോഷമായി ഗൈസ്, ഒരുപാട് സന്തോഷമായി. പിന്നെ കുറേ മീഡിയാസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ എന്താ പറയുക, ഫോട്ടോസ് ഒരു കണക്കിന് എടുത്തത്. മീഡിയാസിനോടൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫോട്ടോ ഞാൻ എടുക്കാനായിട്ട് അവർ സമ്മതിച്ചത്. കാരണം ഇവർ മൊത്തം അവരെ ഫുള്ളിങ്ങനെ ചുറ്റും നിന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും തന്നെ സംശയം. ഞങ്ങൾ പ്ലീസ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു കണക്കിന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ എനിക്ക് കിട്ടാനുണ്ട്. അത് വേറെ ഒരു കുട്ടിയുടെ ഫോണിൽ, വേറെ ഒരു ഇതുപോലെ അർജുൻ ഫാൻ്റെ കയ്യിലാണ് ഫോട്ടോസൊക്കെ ഇരിക്കണത്. അപ്പം അതിന് അതൊക്കെ അവർ സെൻഡ് ചെയ്ത് തന്നിട്ട് വേണം എനിക്കിടാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. സീ യു, ബൈ.